ഹലോ കൂട്ടുകാരെ, ഞാൻ കുറച്ച് പഴയ മുത്തും പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മോൻ കയ്യിൽ ഇട്ട് വെച്ചിരുന്നതാണ്, ബാൻഡായിട്ട് ഇട്ട് വെച്ചിരുന്ന മുത്താണ്. അത് പൊട്ടിപ്പോയപ്പോൾ അവൻ അത് തന്നെ വീണ്ടും കോർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഇലാസ്റ്റിക് പോലത്തെ നൂല് എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് ഞാൻ സൂചിയെ കോർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് മുത്തുണ്ട്, അത് 2 ടൈപ്പ് നമ്മൾ ഓരോന്ന് മാറി മാറി ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ 3 ലെയറായിട്ടാണ് കോർത്തെടുത്തേക്കുന്നത്. ഇനി നമുക്കത് 3ഉം കൂടെ ഒറ്റ ചെയിനാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. സീക്വൻസിൻ്റെ ഹോൾ ഇട്ടേക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നടുക്കുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് 2 പീസാക്കുകയാണ്. 2 പീസാക്കിയിട്ട് എടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് 2 പീസാക്കി നമ്മൾ 3 ലെയർ മുത്തല്ലേ കോർത്തത്. ഇനി നമുക്ക് ഈ 2 പീസും അതേപോലെ 3 ഹോളിട്ട് കൊടുക്കണം. ഇതുപോലെ വലിയ സൂചിയോ അല്ലെങ്കിൽ കോമ്പസ് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഹോളിട്ട് കൊടുത്താൽ മതി. കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന് ഹോള് വീഴും. അതേപോലെ 2 പീസിൽ നമ്മൾ തുളയിട്ടിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ നൂല് നമുക്ക് കോർത്ത് കൊടുക്കണം. ഓരോ ഹോളിൻ്റെ അകത്തൂടെയും ഓരോ നൂലാണ് കോർത്തെടുക്കുന്നത്. ആദ്യത്തെ സൈഡ് കോർക്കാനായിട്ട് വലിയ പാടില്ല കേട്ടോ. നമ്മൾ അങ്ങ് നോക്കി അങ്ങോട്ട് കോർത്താൽ മതി, ഓരോ നൂലും കോർത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് 3ഉം കൂടെ ഒരുമിച്ച് കെട്ടിവെക്കണം. അതിനുവേണ്ടി നമുക്ക് ഗോൾഡൻ്റെ ചെറിയ നൂൽക്കമ്പി പോലത്തെ ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റിങ് ആക്കി എടുക്കുക. അല്ല ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലുള്ള എന്തായാലും വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതാണെങ്കിലും ഇതുപോലെ കെട്ടിക്കൊടുത്ത് അതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്ത്. ഇപ്പോൾ ആദ്യത്തെ സൈഡ് കെട്ടുമ്പോൾ നൂലിനോട് ചേർത്ത് കെട്ടണമെന്നൊന്നുമില്ല, ഇതുപോലെ കെട്ടിയെടുത്തു. ഇനി രണ്ടാമത്തെ സൈഡ് കോർക്കുമ്പം ആദ്യത്തേത് കോർത്ത അതേ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും കോർക്കാവുള്ളൂ. സെൻറ്ററിലത്തെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഇങ്ങനെ കെട്ട് പിണഞ്ഞു പോകും. അത് നമ്മൾ ഇതേപോലത്തെ ഒരു കൊളുത്തയിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കൊളുത്ത് അല്ലെങ്കിൽ ഈ ഹുക്കൊക്കെ വെക്കണ കൊളുത്തുണ്ടല്ലോ, 2 ഹോളുള്ളത്, ആ 2 ഹോളും കൂടെ ഒരു ചെറിയ പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒറ്റ ഹോളാക്കിയിട്ട് അതാണെങ്കിലും നമുക്ക് ഇതേപോലെ കെട്ടി വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നൂലായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തീ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം. ഉരുക്കിയിട്ട് അതെല്ലാം കൂടെ 3ഉം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ലൂസായിട്ട് പോകത്തില്ല, അത് അങ്ങനെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതേ നമ്മുടെ മുത്ത് വെച്ചിട്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മോന് വേണ്ടിയിട്ട് ചെയ്തെടുത്ത് അവനും വളരെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.